ചൈനയിലെ തെക്കൻ പ്രവിശ്യയായ ഗാങ്സയിൽ മെയ്സാക് ചുഴലിക്കാറ്റിനെ തുടർന്നുണ്ടായ കനത്ത പ്രളയത്തിൽ അണക്കെട്ടുകൾ തകരുകയും ഇതിനെ തുടർന്ന് 48,000-ലധികം ആളുകളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് ഒഴിപ്പിക്കുകയും ചെയ്തു. കനത്ത മഴയെ തുടർന്ന് നാനിങ് നഗരപരിധിയിലുള്ള ലിയുലാൻ യുൻബിയാവോ അണക്കെട്ടുകളുടെ ഭിത്തികളാണ് തകർന്നത്. ഇതേ തുടർന്ന് വൻതോതിൽ വെള്ളം ജനവാസ മേഖലകളിലേക്ക് ഇരച്ചു കയറുകയും നഗരങ്ങളും നിരവധി ഗ്രാമങ്ങളും പൂർണ്ണമായും വെള്ളത്തിനടിയിലാവുകയും ചെയ്തു. നാനിങ് പ്രവിശ്യയിലെ ഹെങ്ഷൌവിലുള്ള ലിയുലാൻ അണക്കെട്ടിൽ തിങ്കളാഴ്ചയോടെ ഏകദേശം 50 മീറ്ററോളം നീളത്തിൽ വലിയ വിള്ളൽ രൂപപ്പെടുകയും ഭിത്തി തകരുകയുമായിരുന്നു. ഇതിനു പുറമെ യുൻബിയാവോ റിസർവോയറിന്റെ അണക്കെട്ടും തകർന്നു. മേഖലയിലെ ലുബൈ ടൗണിൽ മാത്രം 24 മണിക്കൂറിനുള്ളിൽ 637 മില്ലിമീറ്റർ മഴയാണ് രേഖപ്പെടുത്തിയത്. ഗാങ്സിയിലെ 55ഓളം നദികളിലെ ജലനിരപ്പ് അപകടകരമായ അളവിന് മുകളിലെത്തി. പ്രളയത്തിൽ നിരവധി പേർ ഒഴുക്കിൽപ്പെട്ടതായും നിലവിൽ 2 മരണങ്ങൾ സ്ഥിരീകരിച്ചതായും പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. സ്ഥിതിഗതികൾ ഗുരുതരമായതിനെ തുടർന്ന് ചൈനീസ് അധികൃതർ ഗാങ്സി മേഖലയിലെ ഫ്ലഡ് കൺട്രോൾ എമർജൻസി റെസ്പോൺസ് ഏറ്റവും ഉയർന്ന ലെവലിലേക്ക് ഉയർത്തിയിട്ടുണ്ട്. ചൈനീസ് ദുരന്ത നിവാരണ സേനയും ഫയർ റെസ്ക്യൂ വിഭാഗവും ഡ്രോണുകളും ബോട്ടുകളും ഉപയോഗിച്ച് വെള്ളപ്പൊക്കത്തിൽ ഒറ്റപ്പെട്ടുപോയ ജനങ്ങളെ രക്ഷിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ്. ദുരന്തബാധിത പ്രദേശങ്ങളിലേക്ക് ചൈനീസ് ഭരണകൂടം വലിയ തോതിൽ ഭക്ഷണ സാധനങ്ങൾ, റെയിൻകോട്ടുകൾ, റബ്ബർ ബോട്ടുകൾ എന്നിവ എത്തിക്കുന്നുണ്ട്. ഗുവാങ്സി മേഖലയിലെ ഫങ്, ചെങ്കാങ്, ഹെങ്ഷൌ, കിൻഷൌ തുടങ്ങിയ നഗരങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നവരെ ഇൻഫ്ലേറ്റബിൾ ബോട്ടുകൾ ഉപയോഗിച്ച് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റുകയാണ്. ഗുവാങ്സിയിലെ പ്രളയ പ്രതിരോധ സംവിധാനങ്ങൾ ഏറ്റവും ഉയർന്ന സുരക്ഷാ ലെവലായ റെഡ് അലർട്ടിലേക്ക് ഉയർത്തിയാണ് പ്രവർത്തനം ഏകോപിപ്പിക്കുന്നത്. മധ്യ ചൈനയിലെ ഹുബൈ പ്രവിശ്യയിൽ കനത്ത ചുഴലിക്കാറ്റിലും വടക്കു പടിഞ്ഞാറൻ ചൈനയിലെ ഗാൻസു പ്രവിശ്യയിലുണ്ടായ മണ്ണിടിച്ചിലിലും പെട്ടവർക്കായി വൻതോതിലുള്ള തിരച്ചിൽ തുടരുകയാണ്. മെയ്സാക് ചുഴലിക്കാറ്റിന് പിന്നാലെ പസഫിക് സമുദ്രത്തിൽ രൂപം കൊണ്ട ബാവി എന്ന പുതിയ ശക്തമായ ചുഴലിക്കാറ്റ് ചൈനയെ ലക്ഷ്യമാക്കി നീങ്ങുകയാണ്. മണിക്കൂറിൽ 180 മുതൽ 200 കിലോമീറ്റർ വരെ വേഗതയുള്ള ഈ സൂപ്പർ ചുഴലിക്കാറ്റ് വ്യാഴാഴ്ചയോടെ കിഴക്കൻ ചൈനയിലും തായ്വാനിലും കനത്ത കാറ്റും മഴയും എത്തിക്കുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. ഗുവാങ്സിയിലെ വുഷൌ ഹൈഡ്രോളജിക്കൽ സ്റ്റേഷനിലെ ജലനിരപ്പ് വരും ദിവസങ്ങളിൽ അപകടകരമായ രീതിയിൽ ഉയരുമെന്ന് ചൈനീസ് ജലവിഭവ മന്ത്രാലയം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഗുവാങ്സി, ഗുവാങ്ഡോങ് പ്രവിശ്യകളിൽ വരും ദിവസങ്ങളിലും അതിശക്തമായ മഴയും മണ്ണിടിച്ചിലും തുടരാൻ സാധ്യതയുണ്ടെന്നും ചൈനീസ് അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. കനത്ത മഴയെ തുടർന്ന് രാജ്യത്തെ പ്രളയക്കെടുതിയിലും കാലാവസ്ഥാ ഭീഷണിയും കൂടുതൽ രൂക്ഷമായിരിക്കുകയാണ്. നദികളിൽ ജലനിരപ്പ് അപകടകരമായി ഉയരുന്നു. തെക്കൻ ചൈനയിലെ പ്രധാന നദിയായ ഷിജിയാങ്ങിലെ ജലനിരപ്പ് റെക്കോർഡ് ഉയരത്തിലാണ്. വുഷൌ മേഖലയിൽ ജലനിരപ്പ് മുന്നറിയിപ്പ് പരിധിയേക്കാൾ 6 മീറ്ററിലധികം ഉയർന്നു കഴിഞ്ഞു. ഗുവാങ്സി പ്രവിശ്യയിലെ ലിയുലാൻ അണക്കെട്ട് തകർന്നതിന് പിന്നാലെ ഈ മേഖലയിലെ മറ്റ് ചെറുകിട അണക്കെട്ടുകളും സംഭരണികളും കനത്ത മഴയെ തുടർന്ന് കവിഞ്ഞൊഴുകുകയാണ്. പസഫിക് സമുദ്രത്തിൽ രൂപം കൊണ്ട ഭാവി ചുഴലിക്കാറ്റിന്റെ ഫലമായി കിഴക്കൻ ചൈനയിലും തായ്വാനിലും അടുത്ത 24 മുതൽ 48 മണിക്കൂറിനുള്ളിൽ അതിശക്തമായ കാറ്റും റെക്കോർഡ് മഴയും ഉണ്ടാകുമെന്ന് കാലാവസ്ഥാ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. പുതിയ പ്രദേശങ്ങളിലേക്ക് പ്രളയം വ്യാപിക്കുകയും ചെയ്യുന്നുണ്ട്. തെക്കൻ ചൈനയിലെ ഗുവാങ്സി, ഗുവാങ്ഡോങ് പ്രവിശ്യകൾക്ക് പുറമെ കനത്ത മഴ ഇപ്പോൾ മധ്യ ചൈനയിലെ ഹുബൈ, വടക്കു പടിഞ്ഞാറൻ ചൈനയിലെ ഗാൻസു എന്നീ പ്രവിശ്യകളെയും ബാധിച്ചു തുടങ്ങി. മലയോര മേഖലകളിൽ കനത്ത മഴയെ തുടർന്ന് വലിയ രീതിയിൽ മണ്ണിടിച്ചിലുണ്ടാകുന്നുണ്ട്. മഴയും പ്രളയവും വർദ്ധിച്ച സാഹചര്യത്തിൽ ചൈനീസ് ജലവിഭവ മന്ത്രാലയം ലെവൽ 1 അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് ജനങ്ങളോട് അതീവ ജാഗ്രത പാലിക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. അണക്കെട്ടുകൾ തകർന്നതിനെ തുടർന്ന് വൻതോതിൽ ജനവാസ മേഖലകളിലേക്ക് വെള്ളം ഇരച്ചു കയറുകയും നിരവധി ഗ്രാമങ്ങൾ വെള്ളത്തിനടിയിലാവുകയും ചെയ്തു. പ്രദേശത്തെ കൃഷിയിടങ്ങൾക്കും വീടുകൾക്കും കനത്ത നാശനഷ്ടമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. തകർന്ന അണക്കെട്ടിന്റെ ഭാഗങ്ങൾ പുനർനിർമ്മിക്കാനും ദുരന്തബാധിത പ്രദേശങ്ങളിൽ നിന്ന് ആളുകളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റാനുമുള്ള അടിയന്തര രക്ഷാപ്രവർത്തനങ്ങൾ ചൈനീസ് അധികൃതർ ആരംഭിച്ചിട്ടുണ്ട്. ഡ്രോണുകൾ വഴി ഭക്ഷണ വിതരണം നടക്കുന്നുണ്ട്. 150,000 യൂണിറ്റ് ദുരിതാശ്വാസ സാമഗ്രികൾ സ്ഥലത്തേക്ക് എത്തിച്ചിട്ടുണ്ട്. പ്രളയത്തിൽ ഒറ്റപ്പെട്ടവരെ രക്ഷിക്കാൻ ചൈനീസ് ദുരന്ത നിവാരണ സേന രംഗത്തിറങ്ങിയിട്ടുണ്ട്. റെയിൽ ഗതാഗതമടക്കം എല്ലാ ഗതാഗത മാർഗങ്ങളും തകർന്നിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.